ഹായ് ഓൾ, ഗാലക്റ്റിക് ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം ലൈബ്രറി കൗൺസിൽ ക്വിസ് HS വിഭാഗം ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാലാമണി അമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന ബുക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ഇവ. മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. ബാലാമണി അമ്മയാണ് മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത്. മഴുവിൻ്റെ കഥ എഴുതിയത് ആരാണ്? ആൻസർ ബാലാമണി അമ്മ. ബാലാമണി അമ്മയാണ് മഴുവിൻ്റെ കഥ എഴുതിയത്. ബാലാമണി അമ്മയുടെ മാതാപിതാക്കൾ: അമ്മ നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മ, അച്ഛൻ കുഞ്ചുണ്ണി രാജ. അച്ഛൻ കുഞ്ചുണ്ണി രാജയും അമ്മ നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുമാണ്. ബാലാമണി അമ്മ ജനിച്ചത് എന്നാണ്? ആൻസർ 1909 ജൂലൈ 19. 1909 ജൂലൈ 19 ബാലാമണിയമ്മ ജനിച്ചത്. ബാലാമണിയമ്മയുടെ അമ്മാവനായ പ്രസിദ്ധ കവി ആരാണ്? ഉത്തരം നാലപ്പാട്ട് നാരായണമേനോൻ. നാലപ്പാട്ട് നാരായണമേനോനാണ് ബാലാമണിയമ്മയുടെ അമ്മാവനായ പ്രസിദ്ധ കവി. ബാലാമണിയമ്മ മരണപ്പെട്ടത് എന്നാണ്? ആൻസർ 2004 സെപ്റ്റംബർ 29. 2004 സെപ്റ്റംബർ 29 ബാലാമണിയമ്മ മരണപ്പെടുന്നത്. പ്രധാന പുരസ്കാരങ്ങൾ: എഴുത്തച്ഛൻ പുരസ്കാരം 1995, സരസ്വതി സമ്മാനം 1996, പത്മഭൂഷൺ 1987, മൂലൂർ അവാർഡ്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, ആശാൻ പുരസ്കാരം, ലളിതാംബിക അന്തർജനം പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്. ബാലാമണി അമ്മയ്ക്ക് കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഇവയാണ്: എഴുത്തച്ഛൻ പുരസ്കാരം 1995, സരസ്വതി സമ്മാനം 1996, പത്മഭൂഷൺ 1987, മൂലൂർ അവാർഡ്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, ആശാൻ പുരസ്കാരം, ലളിതാംബിക അന്തർജനം പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്. കേരളോൽപ്പത്തി കഥയിലെ പരശുരാമനുമായി ബന്ധപ്പെട്ട ഒരു മിത്തിൻ്റെ പുനരാഖ്യാനമായിട്ടാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. പരശുരാമൻ താൻ സൃഷ്ടിച്ച കേരളത്തെ ഒരുപാട് കാലത്തിനു ശേഷം നോക്കിക്കാണുന്നതായും തൻ്റെ മഴു കടലിലേക്ക് എറിയാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി ഓർക്കുന്നതുമാണ് ഈ കവിതയുടെ സന്ദർഭം. ഏത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പരശുരാമൻ നോക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്? ആൻസർ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ നിന്ന്. ഏത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പരശുരാമൻ നോക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്? ഉത്തരം മഹേന്ദ്ര പർവ്വതം. നീലവാനിനു താഴെ ഏതുപോലൊരു നാടുണ്ടെന്നാണ് പരശുരാമൻ പറയുന്നത്? ഉത്തരം പച്ചനാക്കില് വെച്ച പോലൊരു നാട്. പച്ചനാക്കില് വെച്ച പോലൊരു നാട് നീലവാനിന് താഴെ ഉണ്ടെന്നാണ് പരശുരാമൻ പറയുന്നത്. ഇവിടെ മുനിപുത്രനായി പറയുന്നത് ആരെയാണ്? ഉത്തരം പരശുരാമൻ. ഈ കവിതയിലെ മുനിപുത്രൻ പരശുരാമനാണ്. പരശുരാമൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ജമദഗ്നി മഹർഷി. ജമദഗ്നി മഹർഷി എന്നതാണ് പരശുരാമൻ്റെ പിതാവിൻ്റെ പേര്. പരശുരാമൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ക്ഷത്രിയ വംശജയായ രേണുക. രേണുക എന്നാണ് പരശുരാമൻ്റെ മാതാവിൻ്റെ പേര്. അവർ ക്ഷത്രിയ വംശജയാണ്. പരശുരാമൻ്റെ മാതാവ് തടാകക്കരയിൽ നിന്ന് എന്താണ് കാണുന്നത്? ഉത്തരം പ്രേമലോലുപരായി ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നത്. പ്രേമലോലുപരായി ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നതാണ് പരശുരാമൻ്റെ മാതാവ് തടാകക്കരയിൽ നിന്ന് കാണുന്നത്. ക്രാന്തദൃക്കായ ജമദഗ്നി മഹർഷിക്ക് എന്താണ് മനസ്സിലായത്? രേണുക ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നത്. രേണുക ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നത് ക്രാന്തദൃക്കായ ജമദഗ്നി മഹർഷിക്ക് മനസ്സിലായി. ജമദഗ്നി മഹർഷി മക്കളോട് പറഞ്ഞത് എന്താണ്? ഉത്തരം കുലത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിച്ച രേണുകയെ കൊല്ലാൻ. കുലത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിച്ച രേണുകയെ കൊല്ലാനാണ് ജമദഗ്നി മഹർഷി മക്കളോട് പറയുന്നത്. പിതാവ് പറഞ്ഞത് കേട്ട് മറ്റുള്ള സഹോദരന്മാർ പിന്മാറിയപ്പോൾ ആരാണ് രേണുകയെ കൊല്ലാനായി മുൻപോട്ടെത്തിയത്? ഉത്തരം പരശുരാമൻ. പരശുരാമനാണ് പിതാവ് പറഞ്ഞത് കേട്ട് മറ്റുള്ള സഹോദരന്മാരൊക്കെ പിന്മാറിയപ്പോൾ രേണുകയെ കൊല്ലാൻ മുൻപോട്ടെത്തിയത്.
പരശുരാമൻ എങ്ങനെയാണ് മാതാവിനെ കൊന്നത്? ദൈവദത്തമായി അദ്ദേഹത്തിന് കിട്ടിയ മഴു ഉപയോഗിച്ച് മാതാവിനെ കഴുത്തറുത്ത് താഴെയിടുന്നു. ദൈവദത്തമായി അദ്ദേഹത്തിന് കിട്ടിയ മഴു ഉപയോഗിച്ച് മാതാവിനെ കഴുത്തറുത്ത് താഴെയിട്ടാണ് പരശുരാമൻ മാതാവിനെ കൊന്നത്. മാതാവിനെ കൊന്ന ശേഷം പിടഞ്ഞു നീറുന്ന ആത്മാവുമായി തീച്ചൂളയിൽ നിൽക്കുന്ന നേരത്ത് പിതാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ത് വേണമെന്ന് പരശുരാമൻ പറഞ്ഞത്? ഉത്തരം: എൻ്റെ അമ്മ പാപിനിയായിട്ടല്ല, നല്ല സ്ത്രീയായിട്ട് തന്നെ എപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടാകണമെന്ന്. മാതാവിനെ കൊന്ന ശേഷം പിടഞ്ഞു നീറുന്ന ആത്മാവുമായി തീച്ചൂളയിൽ നിൽക്കുന്ന നേരത്ത് പിതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ത് വേണമെന്നാണ് പരശുരാമൻ പറയുന്നത്? എൻ്റെ അമ്മ പാപിനിയായിട്ടല്ല, നല്ല സ്ത്രീയായിട്ട് തന്നെ എപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ജീവിക്കണം എന്നതാണ് പരശുരാമൻ പറയുന്നത്. അമ്മയെ കൊന്ന ശേഷം ആ പാപവുമായി പരശുരാമൻ എന്താണ് ചെയ്തത്? ഉത്തരം: ഭാരത ഭൂഖണ്ഡത്തിൽ അദ്ദേഹം എല്ലായിടങ്ങളിലും അലഞ്ഞു നടന്നു. അമ്മയെ കൊന്ന ശേഷം ആ പാപവുമായി പരശുരാമൻ ഭാരത ഭൂഖണ്ഡത്തിൽ എല്ലായിടങ്ങളിലും അലഞ്ഞു. പരശുരാമൻ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം: തൻ്റെ പിതാവിൻ്റെ ആശ്രമത്തെ ക്ഷത്രിയർ കയ്യേറി പിതാവിൻ്റെ പശുക്കളെ കവർന്നുകൊണ്ടുപോയി. തൻ്റെ പിതാവിൻ്റെ ആശ്രമത്തെ ക്ഷത്രിയർ കയ്യേറി പിതാവിൻ്റെ പശുക്കളെ കവർന്നുകൊണ്ടുപോയ കാഴ്ചയാണ് പരശുരാമൻ തിരിച്ചെത്തിയപ്പോൾ കണ്ടത്. പരശുരാമന് മഴു നൽകിയത് ആരാണ്? ഉത്തരം: പരമശിവൻ. പരമശിവനാണ് പരശുരാമന് മഴു നൽകിയത്. പരമശിവൻ എന്തിനാണ് പരശുരാമന് മഴു നൽകിയത്? ഉത്തരം: തിന്മയെ നശിപ്പിക്കാൻ. തിന്മയെ നശിപ്പിക്കാനാണ് പരമശിവൻ പരശുരാമന് മഴു നൽകിയത്. ക്രോധം കൊണ്ട് കണ്ണ് കാണാതായ പരശുരാമൻ ആ മഴ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഉത്തരം: ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ തീ കിട്ടിയതുപോലെ കണ്ടതൊക്കെ ചുട്ടുകരിച്ചു കളഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ തീ കിട്ടിയതുപോലെ കണ്ടതൊക്കെ ചുട്ടുകരിച്ചു കളഞ്ഞതിന് തുല്യമാണ് ക്രോധം കൊണ്ട് കണ്ണു കാണാതായ പരശുരാമൻ ആ മഴ കൊണ്ട് ചെയ്തത്. പരശുരാമന്റെ ക്രോധത്തിൽ എരിഞ്ഞു തീർന്നത് ആരൊക്കെയാണ്? ഉത്തരം: കാർത്തവീര്യാർജുനനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും. കാർത്തവീര്യാർജുനനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമാണ് പരശുരാമന്റെ ക്രോധത്തിൽ എരിഞ്ഞു തീർന്നത്. ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയതിനു ശേഷം ആശ്രമത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശബ്ദമായി അദ്ദേഹം കേൾക്കുന്നത് എന്താണ്? ഉത്തരം: മകനെ, നീ ചെയ്തത് കൊടും പാപമാണ്. നീ സ്വയത്തമാക്കിയ ശക്തി നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയതിനു ശേഷം ആശ്രമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശബ്ദമായി അദ്ദേഹം കേൾക്കുന്നത് എന്താണ്? ആൻസർ: മകനെ, നീ ചെയ്തത് കൊടും പാപമാണ്. നീ സ്വായത്തമാക്കിയ ശക്തി നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പരശുരാമനാൽ കൊല്ലപ്പെട്ട ആരുടെ സത്കീർത്തിയാണ് അദ്ദേഹം നാട്ടിലാകെ കേൾക്കുന്നത്? ഉത്തരം: കാർത്തവീര്യാർജുനൻ്റെ. കാർത്തവീര്യാർജുനൻ്റെ സത്കൃതിയാണ് പരശുരാമൻ നാട്ടിലാകെ കേൾക്കുന്നത്. ക്രോധത്തിന് അടിമപ്പെടുമ്പോൾ മനുഷ്യന് എന്ത് തിരിച്ചറിയാനുള്ള കഴിവാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് കവിതയിൽ പറയുന്നത്? ഉത്തരം: നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ്. നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവാണ് ക്രോധത്തിന് അടിമപ്പെടുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്നാണ് ഈ കവിത പറയുന്നത്. അലഞ്ഞു നടന്നതിനു ശേഷം വീണ്ടും ആശ്രമത്തിൽ എത്തിയപ്പോൾ പരശുരാമൻ കേൾക്കുന്നത് എന്താണ്? ഉത്തരം: കാർത്തവീര്യാർജുനൻ്റെ മക്കൾ അച്ഛനെ കൊന്നതിനു പകരം വീട്ടിയതായിട്ട് അറിയുന്നു. പരശുരാമൻ്റെ പിതാവിനെ കൊന്നാണ് അവർ പകരം വീട്ടിയത്. കാർത്തവീര്യാർജുനൻ്റെ മക്കൾ അച്ഛനെ കൊന്നതിന് പകരം വീട്ടിയതായിട്ടാണ് പരശുരാമൻ അറിയുന്നത്. പരശുരാമൻ്റെ പിതാവിനെ കൊന്നിട്ടാണ് അവർ പകരം വീട്ടിയത്. തൻ്റെ പിതാവിനെ കൊന്നതിന് പകരമായി പരശുരാമൻ എന്താണ് ചെയ്യുന്നത്? ഉത്തരം: ക്ഷത്രിയ വംശത്തെ മുഴുവനായി നശിപ്പിച്ചു. തൻ്റെ പിതാവിനെ കൊന്നതിനാൽ പരശുരാമൻ ക്ഷത്രിയ വംശം മുഴുവൻ നശിപ്പിച്ചു. തൻ്റെ പിതാവിൻ്റെ ഉദകക്രിയ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്താണ് കേൾക്കുന്നത്? ഉത്തരം: തൻ്റെ തപോബലം പാഴാക്കിക്കളഞ്ഞുവെന്ന്. തൻ്റെ തപോബലം പാഴാക്കിക്കളഞ്ഞുവെന്നാണ് തൻ്റെ പിതാവിൻ്റെ ഉദകക്രിയ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കേൾക്കുന്നത്. പാപശാന്തിക്കായി അദ്ദേഹം ആരെയൊക്കെ കാണാനാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം: ഋഷിമാരെ. ഋഷിമാരെ കാണുവാനായിട്ടാണ് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അടുത്ത ചോദ്യം: ഋഷിമാർ എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് നൽകിയത്? ഉത്തരം:
നീ നേടിയെടുത്തതെല്ലാം ദാനം ചെയ്യൂ എന്ന്. നീ നേടിയെടുത്തതെല്ലാം ദാനം ചെയ്യൂ എന്നാണ് ഋഷിമാർ പരശുരാമന് നൽകിയ മറുപടി. അങ്ങനെ അദ്ദേഹം ക്ഷത്രിയന്മാരെ കൊന്നു നേടിയെടുത്തതെല്ലാം ആർക്കാണ് ദാനം ചെയ്തത്? ഉത്തരം ബ്രാഹ്മണന്മാർക്ക്. ബ്രാഹ്മണന്മാർക്കാണ് അദ്ദേഹം ദാനം ചെയ്തത്. അങ്ങനെ ദാനഭൂമിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി സമുദ്രതീരത്തേക്ക് നടന്നു. ആ സമയത്ത് തൻ്റെ അമ്മയെ കൊന്നതും അച്ഛന് സംഭവിച്ചതും ക്ഷത്രിയന്മാരെ കൊന്നതുമായ കാര്യങ്ങൾ ഓർത്തു. അതിനുശേഷം അദ്ദേഹം ആ മഴുവെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ഏറെ നാളത്തെ തപസ്സിനു ശേഷം അദ്ദേഹം ഉണർന്നപ്പോൾ അദ്ദേഹം കാണുന്നത് താൻ മഴുവെറിഞ്ഞ സ്ഥലത്ത് ഒരു മണൽക്കൂന രൂപപ്പെട്ടതും പല നാടുകളിൽ നിന്നും ആൾക്കാർ അവിടെ കുടിയേറി താമസിക്കുന്നതുമാണ്. മാമലകളും പച്ചപ്പകളും താഴ്വാരങ്ങളുമുള്ള നാട് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.